ഹലോ ഫ്രണ്ട്സ്. ഇപ്പൊ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾക്ക് അതെല്ലാം കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നോ? ഒന്നും കൊമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുമ്പോഴും നിങ്ങൾ അതെല്ലാം പ്രയോഗിച്ചു നോക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പ്രയോഗിച്ചു നോക്കുമ്പോൾ ചില സമയത്തൊക്കെ അത് തെറ്റിപ്പോവും, ചിലപ്പോൾ അതൊരു കറക്റ്റ് പ്ലേസിലൊന്നും ആയിന്ന് വരില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ അതൊന്നും കൂടെ ഒക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാകുന്നത്. തെറ്റായിട്ട് പറയണമെന്നല്ല ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത്, ബട്ട് നമ്മൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ, നമ്മളൊന്ന് ശ്രമിച്ചു നോക്കിയില്ലെങ്കിൽ, നമ്മളതൊന്ന് പ്രയോഗിക്കാനായിട്ട് ഒന്ന് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ആ സാധനം പോകും, പിന്നീട് നമ്മളത് ഉപയോഗിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ചുമ്മാ അങ്ങൊന്ന് കുത്തി തിരികെ ഒന്ന് നോക്കാനായിട്ട്, നമ്മുടെ സെന്റൻസുകളിലേക്ക് അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോയില് ഒരു നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു വേർഡ് ഉണ്ട്. അത് പക്ഷെ ചിലപ്പോഴൊക്കെ ആൾക്കാർ അങ്ങനെ പ്രയോഗിച്ചത് പക്ഷെ ഞാൻ അങ്ങനെ അധികം കാണാറില്ല. പക്ഷെ എപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ ഒക്കെ എപ്പോഴും കാണാറുണ്ട് ഇങ്ങനത്തെ വാക്കുകൾ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ തന്നെയാണ്. കഥകളിലൂടെയാണ് നമ്മളത് കേൾക്കാൻ പോകുന്നതും മനസ്സിലാക്കാനായിട്ട് പോകുന്നതും. അപ്പൊ ഇന്നത്തെ കഥയിൽ നമ്മൾ നോക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഈ കഥ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കഥയല്ല, എന്താ പറയാ, നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ കാര്യമാണ്. നമ്മൾ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ എന്തിലേക്കാണ് അടുത്തോണ്ടിരിക്കുന്നത്? യെസ്, മരണത്തിലേക്ക് തന്നെയാണ്. അത് കേൾക്കുമ്പോൾ അത്ര വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ അതൊരു റിയാലിറ്റിയാണ്. അപ്പോ നമ്മൾക്ക് ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ പല കാര്യങ്ങളും പഠിക്കും, ഇല്ലേ? നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യമല്ല നമ്മൾ വലുതായി കഴിയുമ്പോൾ ചിന്തിക്കുക. നമ്മുടെ തിങ്കിങ് പാറ്റേൺ തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അപ്പോ അങ്ങനെ ഒരു ഏജിൽ നിൽക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വയസ്സായി നിൽക്കുന്ന ഒരാളോട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത് ഇന്നത്തെ ഒരു കഥ എന്ന ഒരു രീതിയിൽ ഞാനിവിടെ പറയുന്നത്. സോ വൺ ഡേ somebody asked to a person who was in his 80s. ഒരു 80കളിൽ നിൽക്കുന്ന ഒരു ആളോട് ഒരാള് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഹൗ ഡു യു ഫീൽ നൗ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ ഫീലിംഗ് എന്താണ്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പോഴത്തെ തോന്നുന്നതെന്ന് ചോദിച്ചു. He told that now I feel very good because I have learned many things from my life. അപ്പൊ എനിക്കിപ്പോ ഭയങ്കര നന്നായിട്ടാണ് തോന്നുന്നത്, ഭയങ്കര സുഖമായിട്ട് തോന്നുന്നു. ഞാൻ പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. The first one is that after loving my parents, siblings, spouse, my children, now I began to love myself. ഞാൻ ആദ്യമൊക്കെ എന്താ ചെയ്തിരുന്നത്, എല്ലാവരും ഞാൻ ഇങ്ങനെ സ്നേഹിക്കുമായിരുന്നു. എൻ്റെ പാരൻസ്, എൻ്റെ സിബ്ലിങ്സ്, എൻ്റെ കുട്ടികൾ, എൻ്റെ ഭാര്യ, അങ്ങനെ എല്ലാവരും സ്നേഹിക്കുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്, ഞാൻ എന്നെ തന്നെ നന്നായിട്ട് സ്നേഹിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു വലിയ അബദ്ധമാണത്. എന്താണ്, നമ്മൾ ബാക്കി എല്ലാ ആൾക്കാരുടെയും കാര്യങ്ങളൊക്കെ നോക്കും, അവരുടെ ക്ഷേമം അന്വേഷിക്കും, അവരെ നന്നായിട്ട് ശ്രദ്ധിക്കും. പക്ഷെ പലപ്പോഴും നമ്മളെ തന്നെ നോക്കാനോ ശ്രദ്ധിക്കാനോ ഉള്ള ഇത് കിട്ടാറില്ല, സമയം കിട്ടാറില്ല. അപ്പോൾ ഈ 80കളിൽ നിൽക്കുന്ന ഒരാള് ചെയ്യുന്ന കാര്യങ്ങളാണ്, അയാൾ പറഞ്ഞതാണ്, ഞാൻ ബാക്കിയുള്ളവരൊക്കെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താണ്, ഞാൻ എന്നെ തന്നെ നന്നായിട്ട് സ്നേഹിക്കാനായിട്ട് തുടങ്ങി. The second thing is that I realized that I'm not an atlas. This world doesn't rest on my shoulders. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി, ഞാൻ ഒരു അറ്റ്ലസ് അല്ല. അറ്റ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമി മുഴുവനും ചുമന്ന് നടക്കേണ്ട ആള് ഞാനല്ല. ഈ ഭൂമി മുഴുവനും അതിലത്തെ കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ വെറീസും ഒന്നും എൻ്റെ ഷോൾഡേഴ്സിൽ ഞാൻ കൊണ്ടടക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ, നമ്മുടെ ചുറ്റും നടക്കുന്ന ആൾക്കാരിലെല്ലാം. പക്ഷെ അതെല്ലാം നമ്മൾ തലയിൽ കയറ്റി നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് നടക്കേണ്ട ആവശ്യം ഇല്ല. അങ്ങനത്തെ ഒരു കാര്യം കൂടെ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചു. And the third thing is that even though others are wrong, no need of correcting them. അതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. അപ്പുറത്തെ ആള്, അതായത് നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാര് തെറ്റ് ആണ് ചെയ്യുന്നതെങ്കിലും അവരെ പോയി കറക്റ്റ് ചെയ്യുക, അവർക്ക് കുറെ ഉപദേശം കൊടുക്കുക, അവരെ എങ്ങനെയെങ്കിലും മാറ്റിമറിച്ച് കൊണ്ടുവരിക, ഇതിന്റെ ആവശ്യമില്ല. ബിക്കോസ് മോർ ദാൻ പെർഫെക്ഷൻ ഐ വാണ്ട് പീസ്.
നമ്മൾ ഒരാളെ ഭയങ്കരമായിട്ട് പെർഫെക്റ്റ് ആക്കി കൊണ്ട് നടക്കുന്നതിനേക്കാളും നല്ലത് എന്താണ്? നമുക്ക് സമാധാനമാണ് വേണ്ടത്. ഇനി അവര് കുറച്ച് തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് forgive them. അപ്പോ ഞാൻ ആ സെന്റൻസിലേക്ക് ഒന്നും കൂടെ കടക്കുകയാണ്. Even though they are wrong. അപ്പോൾ ആ ഒരു സെന്റൻസ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. അവർ തെറ്റാണ് ചെയ്യുന്നതെങ്കിലും I don't go and correct them. ഞാൻ അവരെ പോയിട്ട് കറക്റ്റ് ചെയ്യാറില്ല. അപ്പോ നമ്മൾ ഇവിടുത്തെ ആ ഒരു വേർഡ് ഞാൻ എടുക്കുകയാണ്, ഈവൻ അല്ലെങ്കിൽ ഈവൻ ദോ. ഈവൻ എന്ന് പറയുന്നത് എന്താണ്? ബട്ട് എന്നതിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കണക്ടറാണ്. ഇപ്പോ അങ്ങനെയാണെങ്കിലും എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ബട്ട് എന്നതിന്റെ ഇതല്ല നമുക്ക്. പക്ഷെ ഈവൻ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയുക? അങ്ങനെയാണെങ്കിലും. ഓക്കെ, അപ്പൊ അത് നമ്മൾക്ക് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, അതിന്റെ റിസൾട്ട് എന്തോ ആണെങ്കിലും നമ്മളെ അത് അധികം ബാധിക്കാറില്ല. അങ്ങനത്തെ ഒരു റിസൾട്ട്, അങ്ങനത്തെ ഒരു കാര്യത്തിലാണ് നമ്മൾ ആ സെന്റൻസിൽ ഈവൻ ഉപയോഗിക്കുക. ഈവൻ ഹി ഈസ് റിച്ച്, ഹി ഈസ് വെരി പൊളൈറ്റ്. അവൻ റിച്ച് ആണെങ്കിലും അവൻ എന്താണ്? ഭയങ്കര പൊളൈറ്റ് ആണ്. അപ്പൊ നമുക്കത് പോസിറ്റീവ് ആയിട്ടും ഉപയോഗിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടും ഉപയോഗിക്കാം. നോ പ്രോബ്ലം. ഇനി ഈവൻ ദോ എന്നുള്ള ആ ഒരു പ്രയോഗം നമുക്കൊന്ന് നോക്കാം. ഈവൻ ദോ നമുക്ക് എങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ, എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് ചിലപ്പോൾ നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു സെന്റൻസ് ഒന്ന് നോക്കൂ. ഈവൻ ദോ ഐ ഇൻവൈറ്റഡ് ഹെർ ടു ദ പാർട്ടി, ഷീ ഡിഡ്ന്റ് കം. ഞാൻ അവളെ പാർട്ടിയിലേക്ക് വിളിച്ചെങ്കിലും അവൾ വന്നില്ല. അപ്പോ നമുക്ക് അതൊരു സങ്കടകരമായ കാര്യത്തിലേക്ക് നമ്മളെ എൻഡ് ചെയ്യിപ്പിക്കുന്ന രീതിയിലും നമുക്ക് എന്തുപയോഗിക്കാം? ഈവൻ ദോ എന്നുള്ളത് പ്രയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്ത് കാര്യത്തിനാണെങ്കിലും അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് കറക്റ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോ ഇതിൽ നമുക്ക് ഇച്ചിരി മാറ്റങ്ങൾ വരുത്താമെങ്കിലും അത് വലിയൊരു ഡിഫറൻസ് ഒന്നും അതിലേക്ക് തരുന്നില്ല. അതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ ഓൾദോ നിങ്ങൾ കേൾക്കാറുണ്ട്, ദോ കേൾക്കാറുണ്ട്. ഇതൊക്കെ അതിന്റെ ഒരു ബേസ് ഫോം തന്നെയാണ്. നമുക്ക് ഈ ഈവൻ ദോന് പകരമൊക്കെ ഉപയോഗിക്കാവുന്നത് തന്നെയാണ്. അപ്പോ ഈവൻ ദോ നമ്മൾ പക്ഷെ എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു റിസൾട്ട്, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. നമ്മൾ ആ ഒരു ഫീലിംഗ് നമുക്ക് കറക്റ്റ് നമുക്ക് പ്രയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു പ്രയോഗമാണ് ഈവൻ ദോ. ഓ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും അവൻ ചെയ്തില്ല, അവൻ അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പ്രയോഗിക്കാം? ഈവൻ ദോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ദോ നമുക്ക് ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഈവൻ ദോയും ഉപയോഗിക്കാം. ഈവൻ ദോ ഉപയോഗിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടെ അതിനൊരു ഇമ്പാക്റ്റ് കൊടുക്കുന്ന രീതിയിലേക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ദോ ദേ ആർ കറക്റ്റ്, അല്ലെങ്കിൽ ഈവൻ ദേ ആർ കറക്റ്റ്, സോറി, ഈവൻ ദേ ആർ റോങ്, ഐ നെവർ ഗോ ആൻഡ് കറക്റ്റ് ദം. അവരെ ഞാൻ കറക്റ്റ് ചെയ്യാനായിട്ട് പോകാറില്ല എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. പിന്നത്തെ ഒരു കാര്യം എന്താണ്? I began to give compliments generously. എല്ലാവർക്കും ഞാൻ നന്നായിട്ട് കോംപ്ലിമെന്റ് കൊടുക്കാനായിട്ട് തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ലപോലെ പ്രോത്സാഹിപ്പിക്കും, അവരെ നല്ല പോസിറ്റീവ് തിങ്സിൽ അവർക്ക് കോംപ്ലിമെന്റ് കൊടുക്കുക, എപ്പോഴും അവർക്ക് വളരെ നല്ലതാണ്, നന്നായിട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറയാനായിട്ടും ഞാൻ ശീലിച്ചു. ഞാൻ അത് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നത്തെ ഒരു കാര്യം എങ്ങനെയാണ്? I began to live my life as the last day. എൻ്റെ ലാസ്റ്റ് ഡേ ഇന്ന് തന്നെയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ജീവിക്കാൻ തുടങ്ങി. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്താണ്? നമ്മൾ ഏറ്റവും നന്നായിട്ടാണ് ജീവിക്കുക, അല്ലെ? നമ്മൾക്ക് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കും. നമ്മൾ അതിന്റെ ഒരു ഫുൾനെസ്സിൽ നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പൊ നാളെ നമുക്ക് ഇങ്ങനെ കാര്യം ചെയ്യാനുണ്ട്, അങ്ങനെ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാനുണ്ട്, അയ്യോ ഇങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ ഇന്നത്തെ ഒരു ദിവസമാണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ നമ്മൾ എങ്ങനെയാ ജീവിക്കുക? ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ അതിന്റെ ഒരു മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ട് ജീവിക്കും. സോ ഐ ബിഗാൻ ടു ലിവ് ലൈക്ക് ദാറ്റ്. ഞാൻ അങ്ങനെ ജീവിക്കാനായിട്ട് തുടങ്ങി. സോ ദ തിങ് ഇസ് ദാറ്റ് നമുക്ക് ഹാപ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ചുറ്റും ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ളത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ഹാപ്പിനെസ് ഫോർ അവർ സെൽസ്. നമ്മൾ വേറൊരു അടുത്ത് പോയിട്ട്, ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഹാപ്പിനെസ് കൊണ്ടുവരാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുക നമ്മളുടെ ഹാപ്പിനെസ്, നന്നായിട്ട് ജീവിക്കുക. അപ്പോൾ ഈ ഒരു കഥയിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു, നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് ഗ്രാമറും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനും പറ്റി. അതൊക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് കാര്യം ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. നമ്മളത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മളുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.